ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 10. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരമകിമുപഭുക്ത്യാ ത്വത്പദാംഭോജ ഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദത്സ്വഭക്തിം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, കപിലമുനിയിൽ നിന്നും അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ഭഗവാനെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് യോഗികളോടുകൂടി നിന്തിരുവടി അവിടെ നിന്നും യാത്രയായി. മനഃശുദ്ധി ലഭിച്ച ദേവഹൂതി പിന്നീട് ഭക്തിമാർഗത്തിൽ കൂടി മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു. ഭഗവാനാകട്ടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഭൂമിയുടെ അടിയിൽ വടക്ക് കിഴക്കേ ദിക്കിലായിട്ട് ഇപ്പോഴും വസിക്കുന്നുണ്ട്. കപിലോപദേശത്തിന്റെ സാരം പറഞ്ഞുകൊണ്ട് ദശകം തീർക്കുകയാണ്. പരമ സർവോത്തമനായ ഭഗവാനെ ബഹു ഉക്തിയ വളരെ പറഞ്ഞിട്ട് കിം എന്ത്. ഇപ്പൊ ഇവിടെ പറയാണ്, വളരെയധികം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം, ഏറെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം. എന്നിട്ട് പറയുകയാണ്, ത്വത്പാദാംഭോജ ഭക്തിം, ത്വത്പാദാംഭോജ ഭക്തിം, നിന്തിരുവടിയുടെ താമരപ്പൂ പോലെയുള്ള പാതാരവിന്ദങ്ങളെ കുറിച്ച്, അതാണ് പാദാംഭോജ. ആ പാതാരവിന്ദങ്ങളെ കുറിച്ച്, അരവിന്ദങ്ങൾ പോലെ താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങളെ കുറിച്ച് ഉള്ള ഭക്തിം, ഭക്തി. സകല ഭയ വിനേത്രിയും, എല്ലാ ഭയങ്ങളെയും വിനേത്രിയും ഇല്ലാതാക്കുന്നതും അകറ്റുന്നതും, സർവകാമ ഉപനേത്രിയും സർവ അഭീഷ്ടങ്ങളെയും കാമങ്ങളെയും ആഗ്രഹങ്ങളെയും ഉപനേത്രിയും നൽകുന്നതുമാണ് എന്ന് ത്വം നിന്തിരുവടി ദൃഢം ഖലു ഉറപ്പിച്ചു തന്നെ വദസി പറയുന്നു. അപ്പൊ ഇവിടെ വളരെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം, ഏറെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം. ഭഗവത് പാദങ്ങളിൽ ഇവിടെ നിറഞ്ഞ ഭക്തി ഉണ്ടായാൽ എല്ലാ ഭയങ്ങളും അകലും, സർവ ആഗ്രഹങ്ങളും സാധിക്കും എന്ന് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ്. തത് അതുകൊണ്ട് മേ എൻ്റെ ആമയാൻ രോഗങ്ങളെ വിധൂയ മാറ്റിയിട്ട്, എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിയിട്ട് ഭഗവാനെ ഗുരുപവനപുരേശ ഗുരുവായൂരപ്പ ത്വയി ഭക്തിം ഉപാധത്സ്വ. ത്വയി ഭക്തിം, നിന്തിരുവടിയിലുള്ള ഭക്തി, അല്ലെങ്കിൽ നിന്തിരുവടിയെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാനിൽ അങ്ങയിൽ ഭക്തിം ഭക്തിയെ ഉപാദത്സ്വ വർദ്ധിപ്പിക്കണമേ, എനിക്ക് ഉണ്ടാക്കി തരേണമേ, എനിക്കുള്ള ഭക്തി വർദ്ധിപ്പിച്ചു തരേണമേ. ഇവിടെ മേൽപ്പത്തൂർ ഭഗവാനോട് പറയാണ്, ഇപ്പൊ രോഗങ്ങളെയാണ് എനിക്ക് പേടി. ഭഗവാനെ ഭജിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ രോഗഭയം തീർത്ത് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നിവിടെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ ആയുരാരോഗ്യ സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ. ഭഗവാനിലുള്ള ഭക്തി
ഉറച്ചതാക്കി തന്ന് അനുഗ്രഹിക്കണമേ ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.